ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, ശരിക്കും പൊളിറ്റിക്കൽ ഹിന്ദുത്വവും പൊളിറ്റിക്കൽ ഇസ്ലാമിസവും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയും എപ്പോഴും ദോഷം തന്നെയാണ്. കാരണം എന്താ അറിയോ, നമ്മള് അയ്യപ്പ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ അവര് പൊളിറ്റിക്കലായിട്ട് ഒരു ഹിന്ദുത്വവാദികളൊന്നും ആവണമെന്നില്ല. കാരണം അയ്യപ്പ വിശ്വാസികൾ എന്ന് പറയുന്നത് കറകളഞ്ഞ വിശ്വാസികളാണ്. ഇപ്പൊ ഇവിടെ സുബ്രഹ്മണ്യ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ കറകളഞ്ഞ സുബ്രഹ്മണ്യ വിശ്വാസികളാണ്. അവർക്കത് പൊളിറ്റിക്സ് ഇല്ല. അതുപോലെയാണ് ഗുരുവായൂരപ്പന്റെ വിശ്വാസികൾ, അതുപോലെയാണ് ശ്രീരാമ വിശ്വാസികൾ. നമ്മുടെ ഭക്തജനങ്ങൾ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളിലും ഇടപെടാത്ത കറകളഞ്ഞ ഭക്തിയുള്ള ഇവിടെ വന്നു നിൽക്കുന്ന അമ്മമാരെ പോലെ തികഞ്ഞ ഭക്തരായ ധാരാളം ഭക്തജനങ്ങൾ, വിശ്വാസികൾ കൂടുതലുള്ള നാടാണ് നമ്മുടേത്. എന്നാൽ പലപ്പോഴും ഇതിനുള്ളിലേക്ക് പൊളിറ്റിക്കൽ ഹിന്ദുയിസവും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിയും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയും കടന്നു വരുമ്പോൾ അവർ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പലപ്പോഴും വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മനസ്സിനെ വല്ലാണ്ട് വ്രണപ്പെടുത്തുന്നുണ്ട്. അയ്യപ്പനെ പറയുമ്പോ പൊളിറ്റിക്സിന്റെ പേരിലാണെങ്കിൽ പോലും പറയുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ മുറിവേൽക്കപ്പെടുന്നത് കറകളഞ്ഞ വളരെ സമാധാനപ്രിയരായ പൊളിറ്റിക്കലി അല്ലാത്ത നല്ല വിശ്വാസികളായിട്ടുള്ള ആളുകളെ കൂടിയാണ്. പക്ഷേ ഈ വിമർശനം ഉന്നയിക്കുന്നവർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു വളരെ വേദനാജനകമായ ഒരു കാലമാണ്. ഞാൻ ഇന്ന് എനിക്ക് ഒരാൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഹിന്ദുക്കളുടെയും പിന്നെ ഒരു പൊളിറ്റിക്കൽ സംഘടനയിലെ പട്ടുകളുടെയും ഹനുമാനും ശ്രീരാമനും. എന്ന് ആലോചിച്ച് നോക്കുക, എത്ര വേദന ഉണ്ടാകുന്ന പോസ്റ്റാണ്. ഒരാൾ എനിക്ക് അടുത്ത് അയച്ചു തന്നാണ്, നിങ്ങൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ, ഇത് കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ കൗതുകം തോന്നി അതിന് താഴെയുള്ള കമന്റ് എടുത്ത് വായിച്ചു നോക്കി. നമ്മുടെ പത്തനാപുരത്തുകാരായിട്ടുള്ള ഇതര സമുദായങ്ങൾ, അതായത് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതിനൊരു ഇസ്മയിൽ പ്ലാവില് അതിന് താഴെ കമന്റ് ചെയ്തിരിക്കുകയാണ്, വളരെ മോശം പോസ്റ്റ്, ഇത് പിൻവലിക്കണം, ഇല്ലെങ്കിൽ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. ഒരു മതത്തെയോ അവരുടെ ആരാധനാപാത്രത്തെയോ മോശമായി ചിത്രീകരിക്കാനോ സംസാരിക്കാനോ നമ്മുടെ മതം പഠിപ്പിക്കുന്നില്ല. മറ്റുള്ളവരുടെ ആരാധനാ പുരുഷന്മാരെയും മതത്തെയും ബഹുമാനിക്കുന്നതാണ് ഇസ്ലാം മത വിശ്വാസികൾ. അപ്പൊ അവരുടെ മതവിശ്വാസത്തിലെ ഒരാൾ നമ്മുടെ ദൈവങ്ങളെ, ദേവന്മാരെ മോശമാക്കിക്കൊണ്ട് കമന്റ് ഇട്ടപ്പോൾ അവരുടെ വിശ്വാസികൾ തന്നെ പ്രതികരിക്കുന്നത്. ഈ ഇസ്മയിൽ പ്ലാവലയുടെ താഴെ കമന്റ് ഇട്ടിട്ടുള്ള ഒരു മുജീബ് റഹ്മാൻ തീർച്ചയായും ഇത് വളരെ മോശമാണെന്ന് അറിയുന്നു. അതിന് താഴെ സലീം മുഹമ്മദ് പറയുന്നു, നിങ്ങൾ ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നു. നൌഷാദ് ചിന്നു പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കി പോസ്റ്റ് ഇടുക, എല്ലാ മതങ്ങളെയും നമ്മൾ, നിന്റെ വിശ്വാസം നിനക്കും എന്റെ വിശ്വാസം എനിക്കാണെന്ന് പറയുന്നു. ജിനീഫ് പറയുന്നു, ഇതൊരുമാതിരി വല്ലാത്ത പോസ്റ്റായി പോയി എന്ന്. വീണ്ടും മുജീബ് റഹ്മാൻ പറയുന്നു, വിശ്വാസം വേണം, അത് ഭ്രാന്തായി മാറരുത്, പോസ്റ്റ് പിൻവലിക്കുക എന്ന്. ഒരു ഷെഫീഖ് ഖാൻ പറയുന്നു, താൻ എന്താണോ നന്നാവാത്തതെന്ന്. അങ്ങനെ താഴോട്ട് വന്ന കമന്റുകൾ മുഴുവൻ ഞാനിരുന്ന് വായിച്ചു. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇല്യാസ് ഇട്ടിരിക്കുന്നു, താങ്കളുടെ പോസ്റ്റിന് 25ഓളം കമന്റുകൾ ഉണ്ടായിട്ടും ഒരു ലൈക്ക് പോലുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ബോധ്യത്തോടുകൂടി പോസ്റ്റുകൾ ഇടണം. ഇടുന്ന കാര്യത്തിൽ വ്യക്തതയും ആ പറയുന്ന കാര്യത്തിലുള്ള ബോധ്യവും ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ ഇടുന്ന പോസ്റ്റിനെ വർഗീയ ധ്രുവീകരണം നടത്താൻ ഇടയാക്കരുതെന്ന് പറഞ്ഞ് നീണ്ട ഒരു കമന്റ് ഇട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഇതര സമുദായ സഹോദര സമുദായ അംഗങ്ങൾ നമ്മുടെ ബിംബങ്ങളെ, നമ്മുടെ ആരാധനയെ, നമ്മുടെ ഈശ്വരന്മാരെ ഒരാൾ മോശമാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിലുള്ള ആളുകൾ തന്നെ ചില ലാഭത്തിനായി നമ്മളുടെ വിശ്വാസങ്ങളെ, നമ്മളുടെ ഈശ്വരന്മാരെ, നമ്മളുടെ ദൈവചിന്തകളെ മോശമാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ നോവുന്നത് നിങ്ങൾ ആരെയാണോ ഉന്നമിടുന്നത് അവർക്കല്ല നോക്കുന്നത്. അയ്യപ്പ വിശ്വാസികളും ശ്രീരാമ വിശ്വാസികളും കൃഷ്ണ വിശ്വാസികളും അതേപോലെ തന്നെ ദേവീ ഭക്തരും മുരുക ഭക്തരുമൊക്കെ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടിയാണ്. അത് നമ്മുടെ സഹോദര സമുദായത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ മുൻനിർത്തിയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മളുടെ ദൈവങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുമ്പോൾ അത് വിശ്വാസികൾക്ക് വളരെ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോ പറയുന്നത് എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി കൂടിയാണ്. അത് ചെയ്യാൻ പാടില്ല. കാരണം പൊളിറ്റിക്കൽ കാര്യങ്ങൾ മാറ്റിവെക്കുക, പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയും പൊളിറ്റിക്കൽ ഹിന്ദുത്വവും മാറ്റിവെക്കുക. ഇപ്പൊ ഒരു ഇസ്ലാമിന്റെ ദേവതകൾ അവരുടെ ഖുറാനെ ആണെങ്കിലും അവരുടെ അള്ളാഹുവിനെ ആണെങ്കിലും പ്രവാചകനെ ആവുമ്പോഴും ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും പറയുമ്പോൾ അതിലെ സാധാരണക്കാരായ നന്മയുള്ള മറ്റാരും വേദനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് വേദനിക്കും. ക്രിസ്തുമതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളും തിരിച്ച് ചെയ്യാൻ പാടില്ല, അവരും തിരിച്ചത് ഇങ്ങോട്ട് ചെയ്യാൻ പാടില്ല.
അപ്പൊ രാഷ്ട്രീയത്തിന്റെ പേരില് ദൈവങ്ങളെ